മാധ്യമങ്ങളുടെ തൊഴിൽ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ഗൗരവമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയുടെ മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പി.ഡി. സതീശൻ വളരെ മൈൽഡാണ് എന്ന് തോന്നുന്ന മട്ടിൽ വളരെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഈ വേദിയിൽ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അത് മാധ്യമങ്ങളുടെ തൊഴിൽ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന വളരെ കടുത്ത, വളരെ ഭയാനകമായിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മാധ്യമങ്ങൾ ശൂന്യാകാശത്ത് നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യധാര മാധ്യമങ്ങളടക്കം ഉള്ള മാധ്യമങ്ങൾ സ്വന്തം വിശ്വാസീയതയെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ നിർമ്മാണത്തിനും പ്രചാരണത്തിനും അറിഞ്ഞുകൊണ്ട് പഴയകാലത്ത് തീർച്ചയായും ഒരു വാർത്ത തെറ്റായി വന്നു കഴിഞ്ഞാൽ ആ വാർത്തയെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വന്നാലും തീർച്ചയായും പിറ്റേന്ന് അത് തിരുത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇന്ന് തിരുത്തൽ പോകട്ടെ, അത് പിൻവലിക്കൽ പോലും നടക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. തീർച്ചയായും ഇതൊരു വസ്തുതയാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അരനൂറ്റാണ്ടിലേറെക്കാലം നമ്മുടെ മാധ്യമ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ നിരന്തരം വീക്ഷിക്കുകയും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു വന്ന ആളുകൾ എന്ന നിലയിൽ മാധ്യമ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ വളരെ ആഴത്തിൽ പോകുന്നതാണ്. അത് അടിസ്ഥാനപരമായി നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെയും മാധ്യമം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് മീഡിയ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇൻഡിപെൻഡന്റ് മീഡിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിനെ തകർക്കുന്ന തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളിലൊന്ന്, അതിന്റെ അടിത്തറകളിലൊന്ന് തകർക്കപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴും ഒരു തലമുറ മുമ്പ് ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇത്തവണ ഈ സമയത്ത് ഈ സമീപകാലങ്ങളിലായിട്ട് 1-2 പതിറ്റാണ്ടിനിടയിൽ മാധ്യമരംഗത്തേക്ക് വന്ന ഈ തൊഴിലെടുക്കാൻ വന്നിരിക്കുന്ന പുതുതലമുറയുടെ കമ്മിറ്റ്മെന്റ് ടു പ്രൊഫഷണലിസം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ടു പ്രൊഫഷണൽ ഡിഗ്നിറ്റി അതിന്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ മട്ടിലല്ല അതിന് കാണുന്നത്. കാരണം എല്ലാ തലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പിൾസ്, എല്ലാ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യസന്ധമായിട്ട് തൊഴിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ മാധ്യമരംഗത്ത് പ്രത്യേകിച്ചും തൊഴിൽപരമായ സത്യസന്ധത സാധിക്കാത്ത വിധമുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ ആഴ്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും മൂക്ക് പൊട്ടിക്കൊണ്ടാണ് പലരും പത്രപ്രവർത്തനം നടത്തുന്നത്. വൈകുന്നേരം അങ്ങേയറ്റത്തെ മാനസികമായ പ്രയാസത്തോടു കൂടിയാണ് പല ആളുകളും ഈ തൊഴിൽ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. ഇതൊരു വസ്തുതയാണ്. അവനവനോട് തന്നെയുള്ള ഒരു കടുത്ത വിരോധം, അതിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള കടുത്ത വിപ്രതിപത്തി, അത് പല നിലകളിൽ ഇന്ന് നമ്മുടെ മാധ്യമ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേര് വേട്ടയാണ്. ശമ്പളം കൂടുതൽ കിട്ടുന്നുണ്ടാകുമായിരിക്കും, സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പദവികളുടെ പേരുകൾ വലുതായിരിക്കും. പക്ഷേ തങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ സംബന്ധിച്ചുള്ള ഈ കടുത്ത ആത്മവിമർശനം ഇന്നുണ്ട്. പക്ഷേ
അതിന് ഈ തൊഴിലിന്റെയും ഈ സംസ്കാരത്തിന്റെയും ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതിയാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ഈ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10-30 കൊല്ലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ സംസ്കാരത്തിന്റെ മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ. 80കളിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ തൊഴിൽ രംഗത്ത് വരുന്ന സമയത്ത് ഞാൻ ദേശാഭിമാനിയിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്തത്, പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൽ പോയി. ആ കാലത്തൊക്കെ തന്നെ പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യമായ ലീഗൽ പ്രൊഫഷൻ നമുക്ക് തരുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രകാരം, നമുക്ക് തരുന്ന നിയമപരമായ പ്രൊട്ടക്ഷൻ പ്രകാരം സത്യത്തില് മാനേജ്മെന്റുകൾക്ക് പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളെ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് സ്വന്തം തൊഴിൽ മേഖലയിൽ ഒരു വലിയ പരിധിവരെ സത്യസന്ധത പുലർത്താൻ വേണ്ടി വന്നാൽ മാനേജ്മെന്റുകളോട് കയർത്ത് നിൽക്കാൻ നോ എന്ന് പറയാനുമുള്ള ശേഷി അത് ഏറ്റവും പരിമിതമായ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പത്രപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു നിയമപരമായ പരിരക്ഷ നമ്മുടെ വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ എന്ന പോലെ മാധ്യമരംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഒരു തലമുറ മുമ്പുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ തൊഴിൽ അന്തസ്സായി കുറേയൊക്കെ മാന്യമായി. ഇപ്പോ നൊസ്റ്റാൾജിക്കായിട്ട് ആളുകൾ ആ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പോഴേ ആ കാലത്തിന്റെ നിയമപരമായ സുരക്ഷ, ജനാധിപത്യപരമായ പരിരക്ഷ, ജനാധിപത്യപരമായ പ്രൊട്ടക്ഷൻ അത് ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന ഏറ്റവും ഗുരുതരമായ